ഇത് സലഫുകളുടെ സഹോദരങ്ങളെ മുൻഗാമികളുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു യഥാർത്ഥത്തിൽ ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്നുള്ളത്. ഒരുപാട് ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പണ്ഡിതന്മാർ വിശദീകരിച്ച ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ് രാത്രി നിസ്കാരം. അഫ്ദലുസ് സ്വലാത്തി ബഅദൽ ഫരീദത്തി ഖിയാമുൽ ലൈൽ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം അത് രാത്രി നിസ്കാരമാണ്. തിന്മകളിൽ നിന്ന് നമ്മളെ തടയും. നമ്മുടെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ അത് കാരണമാകും. ശാരീരികവും മാനസികവുമായ ഉണർച്ചയും ഉണർവും ഉണ്ടാകും. ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ ഖിയാമുൽ ലൈലുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാത്രിയിൽ നിന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ ഒരു ചെറിയ പങ്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ അവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ചില ബന്ധുക്കൾ അവർ സ്വപ്നത്തിൽ കാണാൻ തുടങ്ങി. ആ മരണപ്പെട്ടു പോയ ആളുകൾ സ്വപ്നത്തിൽ വന്നു പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തന്നെ ഉപകാരപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കാകെ ഉപകാരപ്പെട്ടത് രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച കുറച്ച് സമയങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ റുകൂഅ് ചെയ്യുവാൻ, സുജൂദ് ചെയ്യുവാൻ ഞങ്ങൾ മാറ്റിവെച്ച കുറഞ്ഞ സമയമല്ലാതെ ഞങ്ങൾക്കൊന്നും ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് ചിലർ സ്വപ്നത്തിൽ കണ്ടതായി സലഫുകൾ അവർ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മിൻ അലാമാത്തി അഹ്ലിൽ ഈമാൻ, ഈമാനുള്ള ആളുകളുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അന്നഹു ഇദാ അഖ്ബലൽ ലൈൽ അഖ്ബല അലാ ത്വാഅത്തില്ലാഹ്. രാത്രി മുന്നിട്ട് വന്നു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി അവർ മുന്നോട്ട് പോകും എന്നുള്ളത് അവരുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു എന്ന് സലഫുകൾ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇവരെ പോലെയുള്ള സഹാബികൾക്ക് വസിയ്യത്ത് കൊടുത്ത വസിയ്യത്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ചില റക്അത്തുകൾ നിസ്കരിച്ചുകൊണ്ട് വിത്റാക്കിക്കൊണ്ട് ഉറങ്ങുക എന്നുള്ള വസിയ്യത്ത്. ഈ വസിയ്യത്ത് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, കിടപ്പറകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രതീക്ഷയോടുകൂടി ഭയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർ കിടപ്പറകളിൽ നിന്ന് വിട്ടുമാറിപ്പോരുമെന്നാണ്. ഇത് മുഅ്മിനീങ്ങളുടെ ഒരു അടയാളമായി സിഫത്തായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു വിദ്യാർത്ഥി യാത്ര ചെയ്തെത്തുകയാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് വുളൂ എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കിടക്കുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. രാവിലെ എഴുന്നേറ്റപ്പോൾ ആ വെള്ളം അത് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ രാത്രി ഒന്നും നിസ്കരിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്. അദ്ദേഹം പറയുകയാണ്, സാഹിബുൽ ഹദീസ് ലാ യഖൂമു മിനൽ ലൈൽ, ഹദീസുകൾ പഠിക്കുന്ന, ഹദീസുകൾ കേൾക്കുന്ന സുന്നത്തിന്റെ ആളുകൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നില്ല എന്നോ? അദ്ദേഹം ചോദിക്കുകയാണ്. നമ്മുടെ മുൻഗാമികൾ ഈ നിസ്കാരത്തിന്, ഈ ഒരു ഇബാദത്തിന് കണ്ട പ്രാധാന്യം ഇത്രയായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക.